എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കല്യാണ വീടുകളിൽ ഉത്സവകാര്യങ്ങളിലൊക്കെ വിളമ്പുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. സോസുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് എടുക്കുമ്പോൾ ബസുമതി റൈസ് തന്നെ എടുക്കണേ. ഇതുപോലെ നീളത്തിലുള്ള അരിയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പ് അളവിൽ ബസുമതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 2.5 കപ്പ് ബസുമതി റൈസ്. സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് ബസുമതി റൈസ് എടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു റൈസ് നല്ലപോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു റൈസിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് കുതിരാനിരിക്കട്ടെ. ഏത് പാത്രത്തിലാണ് നമ്മൾ അരി വേവിച്ചിട്ടെടുക്കുന്നത്, കുറച്ച് വലിപ്പമുള്ള ഇതുപോലെ പാത്രം എടുക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 8 ഏലക്കായാണ്. ഏലക്കായ നമ്മളൊരു 8 എണ്ണോളം എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്രൈഡ് റൈസിന് ഏലക്കായുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 8 ഏലക്കായ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 7 ഗ്രാമ്പൂ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ളൊരു കറുവപ്പട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ബേ ലീവ്സ് ആണ്. ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തന്നെ 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്ന അരിയാണിത്. അരിയുടെ ഒരു വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു അരിയും കൂടി ചേർത്തിട്ട് ഒരു 1.5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരിയുടെ ഒരു കളറൊന്നും മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളിത് നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ കറക്റ്റ് വെള്ളം ഊറ്റി കൊടുത്തിട്ട് അരി വേവിച്ചിട്ടെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഏറെ തന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരി കറക്റ്റ് വേവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഊറ്റിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി ഇതുപോലെ ഒരു 1.5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ നല്ല വെട്ടി തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിന് ഏറെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഏറെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ വെള്ളം വറ്റിച്ചിട്ടല്ല അരി വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏറെ തന്നെ നമുക്ക് വെള്ളം വേണം. ഇനി ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഇതുപോലെ പിഴിഞ്ഞത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അരി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ വേവിച്ചിട്ടെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും. കറക്റ്റ് ഒരു സമയം പറയാത്തത്, നമ്മളൊക്കെ എടുക്കുന്ന ഒരു റൈസിൻ്റെ വേവ് പലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ഒരു സമയം പറയാത്തത്. എങ്കിലും ഏകദേശം ഒരു 9-10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും. ഒരു 95% തന്നെ നമ്മൾ അരിയൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അരി ഇപ്പോൾ ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ അരി ഞാനിവിടെ ഒരു 95% വേവിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു 10 മിനിറ്റോളം ആവി കയറ്റുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് അരിയെ. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ നമുക്ക് അരി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും കോരി ഒരു അരിപ്പയിലേക്ക് ഊറ്റുക, അല്ലെങ്കിൽ ഡയറക്റ്റ് അരിപ്പയിലേക്ക് ഊറ്റിയിട്ടെടുക്കുകയോ ചെയ്യുക. അരിയെല്ലാം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചവ മാറുന്നിടം വരെ. അത്യാവശ്യം വലിപ്പമുള്ളൊരു 1.5 ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12ഓളം ബീൻസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഇതൊന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു 3/4 ഭാഗം വെന്ത് ഇതിൻ്റെ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം.
ഇനി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ഇതുപോലെ നിലക്കി കൊടുത്തിട്ട് നമുക്ക് സവാളയൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സവാള ഇവിടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനങ്ങ് കോരി മാറ്റുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലൊരു വലിയ പാത്രം എടുത്തിട്ട് ഈ ഒരു റൈസ് ഒന്ന് ലെയർ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചോറാണ്. റൈസ് ഒരു 3 തവണയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പച്ചക്കറികൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയും കൂടെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൈതച്ചക്കയാണ് കേട്ടോ. കൈതച്ചക്ക നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കൈതച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് കൈതച്ചക്ക ഇതുപോലെ ചെറിയതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നമുക്ക് ആദ്യത്തെ ഈ ഒരു ലെയറിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ റൈസും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൈതച്ചക്കയും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാളയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് കൈതച്ചക്ക കട്ട് ചെയ്തതും കുറച്ച് സവാള ഇതുപോലെ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ ഒരു വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറിയ ഹോളുള്ള അടുപ്പാണ് എടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇതിൻ്റെ അടിയിൽ വെച്ച് പാന് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വേണം ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ മൂടി തുറന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൽക്കാരങ്ങളും കല്യാണ വീടുകളൊക്കെ വിളമ്പുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു റൈസിൽ സോസുകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു നാടൻ ഫ്രൈഡ് റൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്താൽ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. ഈ ഒരു റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗാർലിക് ചിക്കനും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഗാർലിക് ചിക്കൻ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ കൂടെയോ കടായി ചിക്കൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ്. നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിൽ ഗോബി മഞ്ചൂരിയന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.